ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി വിത്ത് ലിയോ. ഇന്ന് ലിയോ ബേബിയുടെ രണ്ടാമത്തെ ചോറൂണാണ്. ഫസ്റ്റ് നമ്മൾ ചോറ് എടുത്തത് ഗുരുവായൂരിനായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള ഒരു ചോറൂണാണ്. ഇവിടെ നമുക്ക് എപ്പോഴും ചോറൂണും കാര്യങ്ങളല്ലേ, പൂജ അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ മാത്രമാണ് അമ്പലത്തിൽ പൂജയും അതേപോലെ തന്നെ ഇങ്ങനത്തെ ചോറൂണും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ്. ഈ ഒരു ഉത്സവത്തിന് നമ്മൾ ചോറൂണും നടത്താന്നുള്ളത് അവൻ ജനിച്ച സമയത്ത് ഒരു നേർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ ആ ചടങ്ങ് ചെയ്യാണ്. നമ്മുടെ കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ലിയോ എല്ലാവരുടെ അടുത്തും പോകുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ആയിട്ട് അവന് ഓക്കെയാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് അവൻ്റെ ഉറക്കത്തിൻ്റെ ഒരു ഉറക്കച്ചെറുപ്പ് കാരണം ചില സമയത്ത് സങ്കടം, കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാണ് അവന് അമ്പലത്തിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവന് ഉറങ്ങി. ചോറ് കൊടുക്കുന്ന നേരത്താണ് പിന്നെ ഉണർന്നത്. അതിനെ നമ്മൾ മുഖത്തൊക്കെ വെള്ളമൊക്കെ എടുത്ത് നനച്ച് തുടച്ചിട്ടൊക്കെയാണ് ഉണർത്തിയെടുത്തത്. അങ്ങനെ നമ്മൾ മെല്ലെ ചടങ്ങിലോട്ട് കടന്നു. പിന്നെ ചോറ് കൊടുക്കാനായപ്പോഴത്തേക്കും പിന്നെ ആ ഉറക്കത്തിന്റെ പ്രശ്നമില്ല, പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ 3-4 പേരും കൂടി ഉണ്ടായിരുന്നു, വേറെ മക്കളുണ്ടായിരുന്നു ചോറൂണിനായിട്ട്. അങ്ങനെ ഇലയിട്ട് ചോറൂണിനായിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. പിന്നെ നമുക്ക് ഇലയിൽ ചോറൂണിനുള്ള ഭക്ഷണമൊക്കെ എത്തി. ചോറ്, നെയ്യ്, തേന്, പപ്പടം, പഴം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു ചോറൂണ് തന്നെ ലിയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് കൊടുക്കുന്ന സമയത്ത് അവൻ തൊട്ടടുത്തുള്ള ഒരു മോളുണ്ടായിരുന്നു, അവളെ നോക്കി, പിന്നെ അവള് കഴിക്കുന്നത് നോക്കിയിരിക്കുക, അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. മോളും ലിയോനെ നോക്കുന്നുണ്ട്. അവര് പെട്ടെന്ന് കൂട്ടായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി കഴിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമായി. അതുകൊണ്ട് തന്നെ കരച്ചിലോ ഭക്ഷണം കൊടുത്ത സമയത്ത് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും നന്നായിട്ട് ചോറ് കൊണ്ടു. അരുണേട്ടൻ ലിയോന് ചോറ് കൊടുത്തു. പിന്നെ കൂടെയുള്ളവരോടും കൊടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും കുഞ്ഞിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ലിയോന് ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിയോ ബേബിയുടെ ചോറൂണിൻ്റെ വിശേഷങ്ങൾ. ഇനി ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഉത്സവത്തിലെ ഭഗവതിത്തറയുടെ ചെറിയൊരു ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് തിറകളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് മുഴുവനായിട്ടൊന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പം താങ്ക് യു ഗൈസ്.